പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ എപ്പിസോഡിൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഛായാചിത്രത്തിലെ 5 പ്രതീകങ്ങളുടെ അന്തരാർത്ഥവും അവ നൽകുന്ന സന്ദേശങ്ങളെയും അതുവഴി ലഭിക്കുന്ന അനുഗ്രഹങ്ങളെയും കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിലെ 5 പ്രതീകങ്ങൾ അവിടുത്തെ സ്നേഹരാജ്യവ്യാപ്തിക്കും അനുഗ്രഹ പ്രവാഹത്തിനും അവിടുത്തെ മഹത്വപൂർണമായ പുനരാഗമനത്തിന് വഴിയൊരുക്കുവാനും നൽകുന്ന സന്ദേശങ്ങളെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. ഒന്നാമതായി, ഈശോയുടെ തിരുഹൃദയത്തിൽ കാണുന്ന അഗ്നിജ്വാല. ആ അഗ്നിജ്വാല മനുഷ്യകുലത്തോടുള്ള സ്നേഹത്താൽ ജ്വലിച്ചെരിയുന്ന ഈശോയുടെ ദിവ്യ ഹൃദയമാണെന്ന് നമ്മൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ മനസ്സിലാക്കി. ആ അഗ്നിജ്വാല ദൈവത്തിന്റെ പരിശുദ്ധിയെയും സൂചിപ്പിക്കുന്നു. ആ സ്നേഹാഗ്നി നമ്മെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ പരിശുദ്ധിയിൽ പങ്കുകാരാക്കും. അങ്ങനെയാണ് നമ്മുടെ ഹൃദയങ്ങളും ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്നത്. നമ്മളോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന ഈശോയുടെ ദിവ്യ ഹൃദയത്തെ നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലും ദൈവസ്നേഹം നിറയും. അങ്ങനെ ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്ന ഹൃദയങ്ങളോടെ ഈ ലോകത്ത് അവിടുത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ നമുക്ക് സാധിക്കും. സ്നേഹത്തിൽ ഈശോയോട് നാം ഒന്നു ചേരണം, സ്നേഹ ഐക്യത്തിലാകണം. യേശുവുമായി യഥാർത്ഥ ഐക്യത്തിൽ ജീവിക്കണമെങ്കിൽ, അവനോട് ഒന്നായി തീരണമെങ്കിൽ പരിശുദ്ധി കൂടാതെ സാധിക്കില്ല. ഈശോയുടെ തിരുഹൃദയത്തിലെ അഗ്നിജ്വാല സൂചിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധിയിലേക്ക് വളർന്നാലേ നമുക്ക് യേശുവുമായുള്ള സ്നേഹ ഐക്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കൂ. നാം വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ അവിടുത്തെ പരിശുദ്ധിയിൽ പങ്കുകാരായി അവിടുത്തെ സ്നേഹത്താൽ നിറയുമ്പോൾ അങ്ങുമായുള്ള ഐക്യത്തിലേക്ക് വളരാം. ഇപ്രകാരം നാം ഈ സ്നേഹത്തിൽ വളർന്ന് അനേകരെ ഈശോയുടെ സ്നേഹ ഹൃദയത്തോട് അടുപ്പിക്കുമ്പോൾ അങ്ങയുടെ സ്നേഹരാജ്യം വ്യാപിക്കുന്നതിന് ഇടയാകും. അനേകരെ ഈശോയുടെ സ്നേഹ ഹൃദയത്തിൽ ഒന്നിപ്പിക്കാൻ ഇടയാകണം. രണ്ടാമതായി, ഈശോയുടെ തിരുഹൃദയത്തിലെ അഗ്നിജ്വാലയുടെ മധ്യേ കാണുന്ന കുരിശ് മനുഷ്യകുലത്തിന്റെ മുഴുവനും പാപമോചനത്തിനും രക്ഷയ്ക്കുമായി യേശു ഏറ്റെടുത്ത പീഡാസഹനവും കുരിശുമരണവും ആണ് ഇത് സൂചിപ്പിക്കുന്നത്. അവിടുത്തെ മരണോത്ഥാനത്തിലൂടെ രക്ഷ കരഗതമായി. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമ്മെ തന്നോട് ഐക്യപ്പെടുത്തുന്നതിനായിട്ടാണ് ഈശോ ഈ പീഡകൾ സഹിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റത്. ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും ദൈവപിതാവിനോടുള്ള സ്നേഹത്തിന്റെ പൂർണ്ണത വെളിപ്പെടുത്തുന്നു. അതേസമയം മനുഷ്യകുലത്തോടുള്ള സ്നേഹത്തിന്റെ പൂർണ്ണതയും വെളിപ്പെടുത്തുന്നു. ദൈവപിതാവിനോടുള്ള യേശുവിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണത വെളിപ്പെടുത്തുന്നു, മനുഷ്യകുലത്തോടുള്ള യേശുവിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയും. പിതാവിന്റെ തിരുഹിതം നിറവേറ്റുന്നതിനായി മരണത്തോളം, അതേ കുരിശുമരണത്തോളം യേശു അനുസരണമുള്ളവനായി. അത് യേശുവിന് പിതാവിനോടുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ അവിടുത്തെ പീഡാസഹനവും കുരിശുമരണവും പാപികളായ നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി യേശു ഏറ്റെടുത്ത ത്യാഗമാണ്. നമ്മോടുള്ള സ്നേഹമാണ് അവനെ മനുഷ്യനായി നമ്മുടെ പക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്നത്. നമ്മളോടുള്ള സ്നേഹമാണ് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു കുരിശിൽ മരിക്കാൻ യേശുവിനെ പ്രേരിപ്പിച്ചത്. യേശു കുരിശിൽ ചിന്തിയ രക്തം വഴി ലോകത്തെ മുഴുവനും വിശുദ്ധീകരിച്ച് ദൈവത്തോട് ഐക്യപ്പെടുത്തുന്നതിന് ഇടയാകണം. അതിനായി കർത്താവിന്റെ കുരിശിനോട് ചേർന്ന് നിൽക്കാൻ നാമും തയ്യാറാകണം. യേശു പിതാവിനോടുള്ള സ്നേഹത്തെ പ്രതി മരണത്തോളം, കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി തീർന്നതുപോലെ നമ്മളും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി സഹനങ്ങളിൽ പതറാതെ, ആവലാതിയോ പിറുപിറുപ്പോ കൂടാതെ സ്നേഹപൂർവം നമ്മുടെ ജീവിതത്തിൽ വരുന്ന സഹനങ്ങളെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി സ്വീകരിക്കണം. എന്നിട്ട് അവയെല്ലാം മനുഷ്യകുലത്തോടുള്ള സ്നേഹത്തെ പ്രതി ഈശോയുടെ കുരിശിനോട് ചേർത്ത് സന്തോഷത്തോടെ സ്വീകരിച്ച് സമർപ്പിച്ച് സകലർക്കും രക്ഷയ്ക്ക് കാരണമാക്കി തീർക്കണം. സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് ഈശോയോട് പറയണം, ഈശോയെ, അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങയുടെ തിരുമനസ്സിനോട് വിധേയപ്പെട്ട് ഞാനിത് സ്വീകരിക്കുന്നു. അങ്ങയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് ഇത്
അനേകരുടെ വിശുദ്ധീകരണത്തിനും രക്ഷയ്ക്കും കാരണമാക്കി തീർക്കണമേ. നമ്മുടെ തെറ്റുകൾ കൊണ്ടല്ലാതെ വരുന്ന സഹനങ്ങളെയാണ് നമുക്ക് ഇപ്രകാരം സമർപ്പിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ മനുഷ്യകുലത്തിന്റെ മുഴുവൻ രക്ഷയ്ക്കായി ഈശോയോട് ചേർന്ന് നിൽക്കാൻ, ഈശോയുടെ ആത്മമിത്രങ്ങളും കൂട്ടുവേലക്കാരുമാകാൻ ഈശോ നമ്മെ വിളിക്കുന്നു. ഈ വിളിക്ക് നമുക്ക് ഉത്തരം നൽകാം. അങ്ങനെ ഈശോയുടെ സ്നേഹരാജ്യം അതിവേഗം വ്യാപിക്കട്ടെ. മൂന്നാമതായി, തിരുഹൃദയത്തിന് ചുറ്റും കാണുന്ന മുൾവലയം. അത് മനുഷ്യകുലത്തിന്റെ പാപം മൂലം യേശുവിന്റെ മൃദുല ഹൃദയത്തിലേറ്റ മുറിവുകളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നാം കഴിഞ്ഞ പ്രഭാഷണത്തിൽ മനസ്സിലാക്കി. ഈശോയ്ക്ക് മനുഷ്യകുലത്തോടുള്ള സ്നേഹവും മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി അവിടെ ഏറ്റെടുത്ത പാടുപീഡകളും ഈശോയുടെ തിരുഹൃദയത്തിന് ചുറ്റും കാണുന്ന മുൾവലയവും അതിന്റെ അന്തരാർത്ഥവും നാം നിരന്തരം ധ്യാനിച്ചാൽ പാപത്തിൽ വീഴാതിരിക്കാൻ സാധിക്കും. അതിനുള്ള കൃപ ലഭിക്കും. നാം പാപത്തിൽ വീഴാതിരിക്കുക മാത്രമല്ല, അനേകരെ ഈ സ്നേഹഹൃദയത്തിലേക്ക് അടുപ്പിച്ച് അവരെയും പാപത്തിൽ നിന്ന് മോചിപ്പിക്കണം. അങ്ങനെ ലോകത്ത് നിന്ന് തിന്മയുടെ ആധിപത്യത്തെ ഇല്ലാതാക്കണം, തിന്മയെ കീഴടക്കണം. നാം ദൈവസ്നേഹത്തിൽ വളർന്ന് അങ്ങുമായി ഐക്യപ്പെട്ട് നന്മകളാൽ പൂരിതരാകുമ്പോൾ നന്മ കൊണ്ട് തിന്മയെ കീഴടക്കാം. അങ്ങനെ ഈശോയുടെ സ്നേഹരാജ്യം അതിവേഗം സംജാതമാകും. തിന്മ വെറുത്തുപേക്ഷിച്ച് ഈശോയോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന ഹൃദയത്തോടെ ഈശോയുടെ കുരിശിനോട് ചേർത്ത് നമ്മുടെ പരിത്യാഗപൂർണമായ ജീവിതം സമർപ്പിച്ച് സകലരുടെയും പാപത്തിന് പരിഹാരം ചെയ്ത് സകലരെയും രക്ഷയുടെ പന്ഥാവിലേക്ക് നയിക്കാൻ നമ്മൾ ഈശോയുടെ ആത്മമിത്രങ്ങളും കൂട്ടുവേലക്കാരുമായി തീരണം. അതിനായി അവിടുന്ന് നമ്മെ വിളിക്കുന്നു. നാലാമതായി, ഈശോയുടെ തുറക്കപ്പെട്ട തിരുവിലാവ്. കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട തിരുവിലാവ്. അവിടുന്ന് തൻ്റെ ജീവൻ പൂർണ്ണമായി നമുക്കായി വെടിഞ്ഞു. അവിടുത്തെ അവസാന തുള്ളി രക്തം വരെയും നമുക്കായി ചിന്തി. നമ്മുടെ ഹൃദയവും ദൈവസ്നേഹത്താൽ ജ്വലിച്ച് നമ്മുടെ അവസാന തുള്ളി രക്തം വരെയും ദൈവ തിരുനാമ മഹത്വത്തിനായി സമർപ്പിക്കാൻ നാം തയ്യാറാകുമ്പോൾ, നമ്മുടെ ജീവിതങ്ങൾ ദൈവ തിരുനാമ മഹത്വത്തിനായി ആത്മാർപ്പണം ചെയ്യാൻ നാം തയ്യാറാകുമ്പോൾ, ഈശോയുടെ ആ തിരുമുറിവിൽ നമ്മെ മറച്ചു സംരക്ഷിക്കാൻ നമുക്ക് ഈശോയോട് അപേക്ഷിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിലെ ആ തിരുമുറിവിൽ ലോകത്തെ മുഴുവനും മറച്ചു സംരക്ഷിക്കാൻ അങ്ങയുടെ തിരുഹൃദയത്തിൽ നമ്മെ എല്ലാവരെയും ഇരുത്തുവാൻ നമുക്ക് ഈശോയോട് അപേക്ഷിക്കാം. നമ്മുടെ ജീവിതങ്ങൾ ഇപ്രകാരം സമർപ്പിക്കാൻ നാം തയ്യാറാകുമ്പോൾ നമ്മിലൂടെ സകലരെയും ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുമുറിവിൽ മറച്ചു സംരക്ഷിക്കാൻ ഇടയാകണം. അതിനായി സകലരെയും ഈശോയിലേക്ക് നാം ആകർഷിച്ചടുപ്പിക്കണം. അങ്ങനെ ഈശോയുടെ സ്നേഹരാജ്യം അതിവേഗം ലോകത്ത് വ്യാപിക്കാനിടയാകും. അഞ്ചാമതായി, ഈശോയുടെ തിരുവിലാവിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും. അത് സഭയെയും സഭയുടെ കൂദാശകളെയും യേശുവിലൂടെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെയും സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ പ്രഭാഷണത്തിലൂടെ മനസ്സിലാക്കി. യഥാർത്ഥത്തിൽ ഈശോയുടെ സ്നേഹരാജ്യം ഈ ലോകത്ത് വ്യാപിക്കുന്നതിനും നമ്മിലേക്കുള്ള അനുഗ്രഹ പ്രവാഹത്തിനും എല്ലാം ഉത്തമ മാർഗം സഭയും സഭയുടെ കൂദാശകളുമാണ്. നമ്മോടുള്ള ഈശോയുടെ സ്നേഹം അതിന്റെ പാരമ്യത്തിലെത്തുന്നത് അവിടുന്ന് തൻ്റെ തുറക്കപ്പെട്ട വിലാവിൽ നിന്ന് ഒഴുക്കിത്തന്ന രക്തത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ്. അത് സൂചിപ്പിക്കുന്നത് സഭയുടെ ഉറവിടവും സ്രോതസ്സുമായ പരിശുദ്ധ കുർബാനയെയും സഭയുടെ മറ്റു കൂദാശകളെയും യേശുവിലൂടെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെയും ആണ്. നാം അവിടുത്തെ കുരിശിലേറ്റിയിട്ടും അസ്തമിക്കാത്ത അവിടുത്തെ അനന്ത സ്നേഹം ദിവ്യകാരുണ്യമായി തീർന്നു. നമുക്കായി അവിടുത്തെ തിരുശരീര രക്തങ്ങൾ പങ്കിട്ട് നൽകി. അങ്ങനെ നമ്മളെ അവിടുത്തെ ജീവനിൽ പങ്കാളികളാക്കി. തുറക്കപ്പെട്ട വിലാവിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും നമുക്ക് അനുഗ്രഹ പ്രവാഹത്തിന് കാരണമായി. പരിശുദ്ധാത്മാവാണ് നമ്മെ അവിടുത്തെ സഭാഗാത്രത്തോട് ചേർത്ത് നിർത്തുന്നതും നമ്മെ ജീവന്റെ സമൃദ്ധിയിൽ പങ്കുകാരാകാൻ സഹായിക്കുന്നതുമെല്ലാം. നമ്മെ വിശുദ്ധീകരിച്ച് ദൈവത്തോട് ചേർത്ത് നിർത്തുന്ന പരിശുദ്ധാത്മാവ്. തുറക്കപ്പെട്ട വിലാവിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും സകലർക്കും അനുഗ്രഹത്തിന്റെ ഉറവയാണ്.
ആ ഉറവയിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കൈത്തോടുകൾ വെട്ടിവെക്കണം. അനേകരുടെ ഹൃദയങ്ങളിലേക്ക് കൈത്തോടുകൾ വെട്ടിവെച്ചു കൊടുക്കാൻ സഹായിക്കണം. സകലരെയും സഭയോട് ചേർത്ത് നിർത്തണം. അങ്ങനെ സകലരെയും ദൈവഭരണത്തിൻ കീഴിലേക്ക് നാം ആനയിക്കണം. ഇപ്രകാരം ഭൂമിയിൽ ഈശോയുടെ സ്നേഹരാജ്യം അതിവേഗം വ്യാപിക്കുന്നതിനും സകലരെയും അങ്ങയുടെ സ്നേഹ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതിനും ഇടയാകണം. അങ്ങനെ നമുക്ക് ഈശോയുടെ സ്നേഹരാജ്യ വ്യാപ്തിക്ക് അവിടുത്തെ ആത്മമിത്രങ്ങളും കൂട്ടുവേലക്കാരുമായി ചേർന്ന് നിൽക്കാൻ കഴിയും. ഇത് നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണമായ പുനരാഗമനത്തിന് വഴിയൊരുക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഈ തിരുഹൃദയ ഭക്തി നമ്മെ ഇപ്രകാരം ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതിനും അങ്ങയുടെ സ്നേഹരാജ്യം അതിവേഗം വ്യാപിക്കുന്നതിന് സ്നേഹ ശുശ്രൂഷ ചെയ്യുന്നതിന് സഹായിക്കണം. അവിടുത്തെ ആത്മമിത്രങ്ങളും കൂട്ടുവേലക്കാരുമായി കർത്താവിൻ്റെ സ്നേഹഹൃദയത്തോട് ചേർന്ന് നിൽക്കാൻ ഇടയാകണം. സകലരെയും ഈശോയോട് ചേർത്ത് നിർത്തുന്നതിനിടയാകണം. അങ്ങനെ ഈശോയിലൂടെ പരമപിതാവിലേക്ക് ലോകത്തെ മുഴുവനും ആകർഷിച്ചടുപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഭൂമിയിൽ അതിവേഗം ദൈവരാജ്യം വ്യാപിച്ച് അവിടുത്തെ മഹത്വപൂർണമായ പുനരാഗമനത്തിന് വഴിയൊരുക്കുവാനിടയാകും. നമ്മുടെ ജീവിതങ്ങൾ ഇപ്രകാരം അനുഗ്രഹീതമായി തീരുവാൻ തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈശോയുടെ തിരുഹൃദയം അതിനായി നമ്മെ സഹായിക്കട്ടെ. തിരുഹൃദയത്തിൽ കാണുന്ന കത്തിജ്വലിക്കുന്ന അഗ്നിച്ചൂളയ്ക്ക് മധ്യേ കാണുന്ന കുരിശ്, തിരുഹൃദയത്തിന് ചുറ്റുമുള്ള മുൾവലയം, കുന്തത്താൽ തുറക്കപ്പെട്ട ദിവ്യഹൃദയം, ആ ഉറവയിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും, ഈ 5 പ്രതീകങ്ങളുടെയും അന്തരാർത്ഥം നിരന്തരം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ദിവ്യഹൃദയത്തോട് ചേർന്ന് നിൽക്കാം. അങ്ങയുടെ ആത്മമിത്രങ്ങളും കൂട്ടുവേലക്കാരുമായി ദൈവരാജ്യ വ്യാപ്തിക്കു വേണ്ടി പരിശ്രമിക്കാം. അങ്ങനെ അവിടുത്തെ മഹത്വപൂർണമായ പുനരാഗമനത്തിന് വഴിയൊരുങ്ങുന്നതിനും ഇടയാകണം. സർവശക്തൻ ഇതിനായി നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.